ലോക കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സഖാവ് EMS ചുട്ടരിച്ച് കടന്നുപോകുന്ന തമ്പുരാനിസത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രച്ഛന്നവേഷത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ഇന്നും എന്ന് KEN കുഞ്ഞഹമ്മദ് അഭിപ്രായപ്പെടുന്നു. EMSന്റെ ലോകം ദേശീയ സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു KEN. ശ്രദ്ധിക്കുക. നമുക്ക് ആഗ്രഹിക്കാവുന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, മറിച്ച് ഒരാശയ സംഹിതയുടെ മഹത്തായ പ്രതീകം എന്ന അർത്ഥത്തിൽ സഖാവ് EMS ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കരുതുന്നു ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ തുടർച്ചയായി ഒരു പംക്തി എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ പംക്തിയുടെ പേരാണ് ഗാസ കത്തുകയാണ് എന്നുള്ള പേര്. അതിനാമുഖമായിട്ടാണ് ഞാൻ OP സുരേഷിന്റെ കവിത ഇവിടെ അവതരിപ്പിച്ചത്. നെതന്യാഹു മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരു രാഷ്ട്രം കത്തിച്ചാരമാവുമ്പോൾ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ നോക്കുകുത്തികളാകുമ്പോൾ ലോകം നെതന്യാഹുവിന്റെ മുമ്പിൽ നിസ്സഹായമായി നിൽക്കുമ്പോൾ ആ നിൽപ്പിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ T. പത്മനാഭൻ ഗസ്സ നിലവിളിക്കുന്നു എന്ന പേരിൽ എഴുതിയ ഒരു കഥ കൂടി നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഖത്തർ ഓഡിറ്റോറിയം നിന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ജനകീയ ദേശീയതയുടെ സിംബൽ. കാരണം ഒരു രാജ്യത്തിന്റെ അകത്ത് മറ്റൊരു രാജ്യത്തിന്റെ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മേൽക്കോയ്മ ദേശീയതക്കെതിരെയുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പിന്റെ ഒരു ചുരുക്കമാണ്. അതുകൊണ്ട് ഖത്തർ ഓഡിറ്റോറിയം എന്നുള്ളത് ഇന്നത്തെ 2025 പശ്ചാത്തലത്തിൽ, അതായത് ഗസ ചുട്ടുകരിക്കപ്പെടുമ്പോൾ ആ ചുട്ടുകരിക്കലിനെതിരെ മധ്യസ്ഥത്തിന്റെ സമവായത്തിന്റെ ഒരു മഹാസന്ദേശത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രത്തിന് നേരെ പോലും, ആ രാഷ്ട്രത്തിലേക്ക് പോലും ആയുധമയക്കാൻ ഇസ്രായേൽ എന്ന സയനിസ്റ്റ് രാഷ്ട്രം തയ്യാറാവുകയും ഏത് ആക്രമണത്തിൽ നിന്നും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഞങ്ങൾ രക്ഷിക്കും എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഖത്തർ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക താവളങ്ങൾ ഉണ്ടാക്കുകയും, എന്നാൽ ആ സൈനിക താവളത്തിന്റെ തൊട്ടടുത്ത് ബോംബ് പൊട്ടുമ്പോൾ ഈ സൈനിക താവളം ആ കരാർ മറക്കുകയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ നിസ്സഹായമാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് EMSന്റെ ലോകം നടക്കുന്ന ഖത്തർ ഓഡിറ്റോറിയം സമാധാനത്തിന്റെയും സമരത്തിന്റെയും പ്രതീകമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇന്ന് T. പത്മനാഭന്റെ ഖസയിലെ കുട്ടികൾ എന്ന കഥ നമ്മൾ വായിക്കുമ്പോൾ ആ കഥയുടെ ചുരുക്കം ഇതാണ്. അദ്ദേഹം ഒരു സർവകലാശാലയിൽ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി ചെല്ലുകയാണ്. അവിടുത്തെ വിഷയം പുതിയ സാഹിത്യത്തിൽ യന്ത്ര നിർമ്മിതിക്കുള്ള പങ്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ള പങ്ക് എന്നതാണ് വിഷയം. അദ്ദേഹം കുറെ നേരം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗം തുടങ്ങി. ആ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ഞാൻ ആ നിലവിളി കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ആ നിലവിളി കേൾക്കാൻ കഴിയും. അവർ കുട്ടികളല്ലേ, കൊച്ചു കുട്ടികളല്ലേ. ഇടിച്ചു പൊളിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ ഇടയിൽ നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അവർ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് കരയുകയാണ്. പക്ഷേ വിമാനത്തിൽ നിന്ന് വീണത് ഭക്ഷണപ്പൊതികളല്ല, ബോംബാണ്, മിസൈലാണ്. അവർ പൊട്ടിച്ചിതറുകയാണ്, അവർ മരിച്ചു വീഴുകയാണ്, അല്ല, അവരെ കൊല്ലുകയാണ്. നിങ്ങൾ ആ കരച്ചിൽ കേൾക്കുന്നില്ലേ? അവർ കൊച്ചു കുട്ടികളല്ലേ എന്ന് സാഹിത്യത്തിലെ പുതുപ്രവണതകളെ കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ആ സർവകലാശാല കോമ്പൗണ്ടിൽ T. പത്മനാഭൻ നടത്തിയ
പ്രസംഗം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും എങ്ങനെ ആലോചിക്കുമ്പോഴും ആ ആലോചനയിലേക്ക് അനിവാര്യമായും കടന്നു വരേണ്ട ഒന്നാണ് സത്യത്തിൽ ഗസ്സ. ഗസ്സ ഇന്ന് നമ്മുടെ പാർക്കിന്റെ, നമ്മുടെ സ്ഥലത്തിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗസ്സ കോർണറുകൾ ഉണ്ടായിത്തീരേണ്ട വലിയൊരു ലോക പ്രക്ഷോഭം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഖാവ് EMS നമ്മൾ അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് ഈ വർഷത്തെ അനുസ്മരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നത്. EMS കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കാവുന്ന ഒരു കാര്യം, ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് സംഭവിക്കുമ്പോഴും അതിനോട് തത്സമയം പ്രതികരിച്ച, ആ പ്രതികരണത്തെ ജനായത്തത്തിന്റെ വീറും വീര്യവും വിസ്മയവുമാക്കി രൂപാന്തരപ്പെടുത്തിയ ഒരു അതുല്യ പ്രക്ഷോഭ പ്രതിഭയായിരുന്നു സഖാവ് EMS. അദ്ദേഹം കാണാതെ പോയ ഒന്നും ലോക കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ജീവിച്ച കാലത്ത് ലോകത്ത് നടക്കുന്ന ഓരോരോ സംഭവങ്ങളോടും അപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചു എന്ന് മാത്രമല്ല, ആ പ്രതികരണം ജനായത്തത്തിന്റെ പ്രകാശമായി നമ്മുടെ ജീവിതത്തെ ഉന്മത്തമാക്കി തീർക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് സത്യത്തിൽ സാർവദേശീയമായ ഒരു വലിയ ഉൾക്കാഴ്ച അനിവാര്യമായി തീരുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗസ്സ എന്നുള്ളത് ഒരു കൊച്ചു പ്രദേശത്തിന്റെ പേരല്ല, മറിച്ച് സമാനതകളില്ലാത്ത പീഡനത്തിന്റെ, അതോടൊപ്പം തന്നെ സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് EMSനെ കുറിച്ചുള്ള നമ്മുടെ ആലോചന, അനുസ്മരണം സമകാലീനമായ അവസ്ഥയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഞാൻ ആദ്യം പരാമർശിച്ചത് ഒരു സാർവദേശീയ അനുഭവമാണെങ്കിൽ സമകാല ഇന്ത്യൻ അവസ്ഥ എന്താണ്? അതാണ് രണ്ടാമത്തെ പ്രശ്നം. നമുക്കറിയാം, ഗസ ഉൾപ്പെടെ ലോകത്തിലെങ്ങുമുള്ള ജനായത്തത്തിന്, മതനിരപേക്ഷതക്ക്, മാനവികതക്ക് തീ കൊടുക്കാൻ നിങ്ങളുടെയും എന്റെയും നമ്മുടെ രാഷ്ട്രം ഇന്ധനം നൽകുന്ന ഒരു കാലത്താണ് നമ്മൾ EMSനെ ഓർക്കുന്നത്. EMS അവസാനം എഴുതിയ ദേശാഭിമാനിയിൽ തുടർച്ചയായി വന്ന ആ പ്രബന്ധം ഇന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ആ പ്രബന്ധത്തിൽ EMS പറഞ്ഞത് ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത് അതിനു മുമ്പുള്ള മാറ്റമല്ല. ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരിക അല്ല ഉണ്ടായത്, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിലെ സൂപ്പർ മാർക്കറ്റിലെ ഒരിനം എന്ന നിലക്കല്ല ഇന്ത്യയിലെ സംഘപരിവാറിനെ കാണേണ്ടത്. അത് ഇന്ത്യൻ ജനായത്തത്തെ, മതനിരപേക്ഷതയെ, മാനവികതയെ അപകടപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അതിനെതിരെ ഗാന്ധിയന്മാരും മാർക്സിസ്റ്റുകളും അടക്കമുള്ള എല്ലാവരും യോജിച്ച വിപുലമായ ഒരു കൂട്ടായ്മയാണ് അനിവാര്യമായിട്ടുള്ളത് എന്നെഴുതി ആ ദേശാഭിമാനി പ്രബന്ധത്തിന്റെ അവസാനം ഒരു വാക്കുണ്ട്, തുടരും. EMS മരിച്ചു പോയതുകൊണ്ട് ആ പ്രബന്ധം EMSന് തുടരാൻ കഴിഞ്ഞില്ല. പൂർത്തിയാക്കപ്പെടാത്ത ആ പ്രബന്ധത്തിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും എന്നുള്ളതാണ് EMSനെ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. അതായത് സാർവദേശീയ രംഗത്ത് ഐക്യരാഷ്ട്രസഭ ഒരു പാഴ്വസ്തു പോലെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജീവിതത്തിൽ നവഫാസിസം, അതിന്റെ ഭീകരതകൾ, ആ ഭീകരതകളെ കുറിച്ചെല്ലാം ഇവിടെ നിരവധി സെഷനുകളിലായി സംവാദങ്ങൾ നടക്കാനിരിക്കുകയാണ്. പക്ഷെ EMS അവസാനം നൽകിയ, അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജീവിതത്തിന് വേണ്ടി അദ്ദേഹം ബാക്കി വെച്ച മഹാസന്ദേശം ഈ അപകടത്തിനെതിരെ ഇന്ത്യൻ ജനതയുടെ ഉരുക്കുപോലെ ഉറച്ച ഒരൈക്യം ഉണ്ടായിത്തീരേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ്. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നേരത്തെ
അധ്യക്ഷ പ്രസംഗത്തിലും മറ്റും ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റും സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ അത് അല്പം വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, EMS തന്റെ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? EMS തന്റെ ജീവിതം ആരംഭിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രബന്ധം അദ്ദേഹം എഴുതുന്നത് 1927 ആ പ്രബന്ധത്തിന്റെ തലക്കെട്ട് ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരി സമുദായവും എന്നാണ്. ആദ്യത്തെ പ്രബന്ധം, EMSന്റെ ആദ്യത്തെ പുസ്തകം 1931 എഴുതപ്പെടുന്നത്. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. ഇത് മൂന്നാമത്തെ അനുസ്മരണത്തിന്റെ ആധാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആധുനിക ജനായത്ത ബോധ്യത്തിന്റെ മാനിഫെസ്റ്റോയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഏത് കാലത്തും മനുഷ്യ ജീവിതത്തെ ജ്വലിപ്പിക്കുന്ന ഏറ്റവും ആവേശകരമായ മുദ്രാവാക്യമാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവത്തെ നമ്പൂതിരി സമുദായവുമായി എങ്ങനെയാണ് സഖാവ് EMS ബന്ധപ്പെടുത്തിയത് എന്ന് വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, EMS അതിനെ നവോത്ഥാനവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആലോചിക്കുന്നത്. വിചിത്രമായി തോന്നാം, EMS വിപ്ലവം എന്ന വാക്കിന് ഒരു നിർവചനം നൽകുന്നുണ്ട്. ആ നിർവചനത്തിൽ സത്യത്തിൽ സന്നിഹിതമായിരിക്കുന്നത് EMS തന്റെ പ്രബന്ധത്തിൽ പരാമർശിക്കാത്ത അസന്നിഹിതമായ നവോത്ഥാനമാണ്. അതുകൊണ്ട് മൂന്നാമതായി ഞാൻ പറയുന്നത്, EMS നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകൾ എന്താണ് എന്ന് മലയാളി ഓർമ്മിച്ചെടുക്കണം. കാരണം മലയാളി മധ്യവർഗ ജീവിതത്തിൽ ഗവേഷണം നടത്തിയാൽ പോലും കണ്ടെത്താനാവാത്ത വിധം നവോത്ഥാന മൂല്യങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല റോഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ വലിയ മുന്നേറ്റത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ സാംസ്കാരികമായി നാം മുന്നേറുന്നില്ല എന്ന മൗലികമായ വസ്തുത നമ്മെ നൊമ്പരപ്പെടുത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും EMSന്റെ സ്മരണ നമ്മെ ശിക്ഷിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം EMS മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത്, കേരള നവോത്ഥാനത്തിന് EMS നൽകിയ മഹത്തായ സംഭാവന എന്താണ് എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരവുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി ഞാൻ കാണുന്നത്, യോഗക്ഷേമ സഭയുടെ 34ാം സമ്മേളനത്തിൽ 1944 ഓങ്ങല്ലൂരിൽ വെച്ച് EMS നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന്റെ തലക്കെട്ട് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്പൂതിരിമാരോടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്ന് അത് അവിടെ നിൽക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, നമ്പൂതിരിമാർ ഇപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത്, EMS സംസാരിക്കുമ്പോൾ, EMS എഴുതുമ്പോൾ മാർക്സ്, ലെനിൻ, സ്റ്റാലിൻ ഇവരെയൊക്കെ നിരന്തരമായി അദ്ദേഹം തന്റെ പ്രബന്ധങ്ങളിൽ എടുത്തു ചേർക്കാറുണ്ട്. എന്നാൽ നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ എന്ന അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണത്തിൽ അദ്ദേഹം മാർക്സിനെ അല്ല, ഏംഗൽസിനെ അല്ല, ലെനിനെ അല്ല, ബെർണാഡ് ഷായെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ബെർണാഡ് ഷായുടെ ഒരൊറ്റ പ്രയോഗമാണ് ആ പ്രയോഗം. ആ പ്രഭാഷണത്തിന്റെ ന്യൂക്ലിയസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിങ്ങനെയാണ്: ഒരു ജോലിയും ചെയ്യാതെ ഒരാൾ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. ഒരു ജോലിയും ചെയ്യാതെ പരാന്നബുക്കായി ഒരാൾ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം എന്ന ബെർണാഡ് ഷായുടെ വാക്കുകൾ യോഗക്ഷേമ സഭയുടെ ജമ്മിമാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ EMS ഉദ്ധരിച്ചത്, നിങ്ങൾ, അതായത് ഈ ബ്രാഹ്മണ സമൂഹം വാരത്തിനും പൂരത്തിനും നടന്ന് പരാന്നബുക്കുകളായി ജീവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നരകത്തിന്റെ നടുവിലാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ, ദളിത് ജനതയുടെ ജീവിതത്തെ മാതൃകയാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പാടത്ത് പണിക്ക് പോകും, പണിയില്ലെങ്കിൽ പട്ടിണി കിടക്കും, പട്ടിണി കിടന്നിട്ടും ജോലിയില്ലെങ്കിൽ അവർ പിച്ച തണ്ടും, എന്നിട്ടും അവർ ആത്മാഭിമാനത്തോടെ ജീവിക്കും. അവരുടെ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചാണ് പാടത്ത് ജോലി ചെയ്യുന്നത്.
അവർ തമ്മിൽ ഇഷ്ടമാകുന്നിടത്തോളം അവർ ഒരുമിച്ച് നിൽക്കും, ഇഷ്ടമായില്ലെങ്കിൽ അവർ പിരിയും. ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിന്റെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 44-ലെ EMSന്റെ ഓങ്ങല്ലൂർ പ്രസംഗം മാത്രം കേരളത്തിലെ മധ്യവർഗ മലയാളികൾ ആവർത്തിച്ച് വായിക്കുകയും അതിലടങ്ങിയ മൗലികമായ കാഴ്ചപ്പാട് ഒറ്റ വാചകത്തിൽ ഒതുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ മാതൃക എന്താവണം, എന്താവരുത്, ഇത് രണ്ടും ആ പ്രഭാഷണത്തിലുണ്ട്. മലയാളി അത് വായിച്ചിട്ടുണ്ട്, പക്ഷേ മനസ്സിൽ ആക്കിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാന ജനതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ മാതൃക. അധ്വാനത്തെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, അധ്വാന മഹത്വത്തെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അടിസ്ഥാന ജനതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ മാതൃക. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്പൂതിരിമാരുടെ ആ സദസ്സിലാണല്ലോ പ്രസംഗം, ബ്രാഹ്മണ്യം നിങ്ങളിൽ ഇഴുകിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മുരടിച്ചു പോയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി പ്രത്യക്ഷ ബന്ധമില്ലെങ്കിലും പരോക്ഷമായി ബന്ധമുള്ള ഒരു പ്രസ്താവന ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് OV വിജയൻ എഴുതിയ ഒരു പ്രബന്ധത്തിലാണ്. ആ OV വിജയൻ എഴുതിയ പ്രബന്ധത്തിൽ അദ്ദേഹം ആ പ്രബന്ധം അവസാനിപ്പിക്കുന്നത്, അശ്ലീല ബ്രാഹ്മണ്യം വിജയിച്ചിട്ടില്ലെങ്കിൽ ബഷീർ ജീവിക്കും. ഒറ്റ വാചകമാണ്, ഞാൻ ആവർത്തിക്കുന്നു, അശ്ലീല ബ്രാഹ്മണ്യം വിജയിച്ചിട്ടില്ലെങ്കിൽ ബഷീർ ജീവിക്കും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഞാൻ വിചാരിക്കുന്നു 44-ലെ EMSന്റെ നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ എന്ന പ്രബന്ധത്തിന്റെ ആശയപരമായ തുടർച്ച എന്ന രീതിയിലാണ് ഈ വാക്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇതേതെങ്കിലും ഒരു ജാതിക്കെതിരല്ല, ഇതേതെങ്കിലും ഒരു മതത്തിനെതിരല്ല, മറിച്ച് അധ്വാന മഹത്വത്തെ പുച്ഛിക്കുന്ന, വ്യാജമായ യോഗ്യതാ നാട്യങ്ങളിൽ അഭിരമിക്കുന്ന നമ്മുടെയൊക്കെ മാനസികാവസ്ഥക്ക് നേരെയാണ് ഒരു വെടിയുണ്ട കണക്കെ EMSന്റെ വാക്കുകൾ ചീറി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. EMS തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വീർപ്പ് മുട്ടിക്കുന്ന തമ്പുരാൻ അന്തരീക്ഷത്തിൽ നിന്ന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പുറത്തു കടക്കാനായതാണ് എൻ്റെ ജീവിതത്തിന്റെ മഹത്തായ ഭാഗ്യം. EMS ഉപയോഗിച്ച വാക്ക് വീർപ്പ് മുട്ടിക്കുന്ന തമ്പുരാൻ അന്തരീക്ഷം. പക്ഷേ നമ്മൾ ഇപ്പോഴും തമ്പുരാൻ കളിയിൽ അഭിരമിക്കുകയും തമ്പുരാനിസത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണോ എന്ന് ഒരു ആത്മവിമർശനം നാം നിർവഹിക്കേണ്ടതുണ്ട്. EMS ഉപയോഗിച്ച വാക്ക് വീർപ്പ് മുട്ടിക്കുന്ന തമ്പുരാൻ അന്തരീക്ഷം. EMSനെ തിരുമേനി എന്നും നാലാം തമ്പുരാനെന്നും ആധുനിക സോമയാജി എന്നും ഒക്കെ ആളുകൾ വിളിച്ചപ്പോൾ ആ വിളിപ്പേരിൽ പുളകം കൊള്ളുകയല്ല. EMS പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, അതിലാണ് ഞാൻ അഭിമാനിക്കുന്നത് എന്ന് EMSന് പറയാൻ കഴിഞ്ഞു. എന്നാൽ ഈ 2025 പോലും EMS തീ കൊളുത്തിയ ആ തമ്പുരാനിസത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രച്ഛന്ന രൂപങ്ങളിൽ നമ്മളെ പൊതിയുകയാണോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, EMS കേരളീയ നവോത്ഥാനത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ആ സംഭാവനയെ കുറിച്ച് ആലോചിക്കുമ്പോൾ EMS രൂപം കൊണ്ട പിറന്ന ബ്രാഹ്മണ സമൂഹം, ആ ബ്രാഹ്മണ സമൂഹത്തിൽ 1908 യോഗക്ഷേമ സഭ രൂപപ്പെടുന്നത്. ഏറ്റവും യാഥാസ്ഥിതികമായ ഒരു സംഘടനയായിട്ടാണ് അത് രൂപപ്പെട്ടത്. അതിന്റെ അജണ്ടയിൽ നമുക്ക് ഇന്ന് അത്ഭുതം തോന്നും, തേക്ക് മുറിക്കാനുള്ള അവകാശം. കാരണം തേക്ക് ബ്രിട്ടീഷുകാർ സർക്കാർ സ്വത്താക്കി പ്രഖ്യാപിച്ചതോടെ സ്വന്തം പറമ്പിലെ തേക്ക് പോലും മുറിക്കാനുള്ള അവകാശം ഇപ്പോഴാണ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. അതിനുവേണ്ടി അതുപോലെ സ്വന്തം സമുദായത്തെ മാത്രം ബാധിക്കുന്ന അവകാശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 1908 യോഗക്ഷേമ സഭ രൂപപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഒരുതരം പൊതുയോഗ പ്രയോഗം എന്ന് പറയാവുന്ന തരത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്.
സൂക്ഷ്മമായി ആലോചിച്ചാൽ നമുക്കറിയാം, കീഴാള പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ അർഹത. മറ്റുള്ളതൊക്കെ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനമായി ആരംഭിച്ച യോഗക്ഷേമ സഭയെ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന അവസ്ഥയിൽ നിന്ന് നവോത്ഥാന പ്രസ്ഥാനമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൽ EMS നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. EMS ഒറ്റക്കല്ല, VT ഭട്ടതിരിപ്പാട്, പ്രേംജി, ആര്യാപള്ളം, ICP ഉൾപ്പെടെ അതിൻ്റെ ഒരു ചരിത്രം 2 വാചകത്തിൽ ഞാൻ സംക്ഷിപ്തമായി പറയുന്നത്, ഇന്ന് കേരളീയ നവോത്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? മറ്റൊരവസ്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം ഏതു പ്രകാരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം, അതിനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ്റെയും വീട്ടകങ്ങളാണ്. ഗാർഹികതയുടെ ഒരു പ്രത്യയശാസ്ത്രമാണ്. നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്. നമ്മുടെ സൗഹൃദത്തിന്റെ, നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമായി നമ്മൾ ഇപ്പോഴും ആവിഷ്കരിക്കപ്പെടുന്നത് ഭൂതകാലത്തിലെ നാടുവാഴുത്ത മാതൃകകളാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ നവോത്ഥാന സെമിനാറുകളൊക്കെ, മുമ്പും ഈ ആശയം EMSന്റെ ലോകത്തിലടക്കം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ ഞാൻ മാത്രമല്ല, നിരവധി പേർ ഒരു തവണയല്ല നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പ്രഭാഷണങ്ങൾ കൊണ്ടോ പ്രബന്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മുറിവൈദ്യന്മാരുടെ കുറിപ്പടികൾ കൊണ്ടോ പരിഹരിക്കാവുന്ന വിധം ലളിതമല്ല കേരളത്തിന്റെ സാംസ്കാരിക രോഗം. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം വളരെ പ്രകടമാണ്. നമ്മുടെ ലൊട്ടിലൊടുക്ക് മരുന്നൊന്നും മതിയാവില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയും സാംസ്കാരികമായി ഇതുപോലെ പിന്നോട്ട് പോവുകയും ആ പിന്നോട്ട് പോക്കിനെ പ്രതിരോധിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്താൽ കണ്ടെടുക്കാനാവാത്ത വിധം കേരളം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോലും സാധ്യതയുണ്ട്. ഇതൊരു പ്രവചനമല്ല, ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് കേരളത്തിലുടനീളം സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന, ആശയ സംവാദം നടത്തുന്ന, നിരവധി മനുഷ്യരുമായി നേരിട്ട് ഇടപെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ ഉത്കണ്ഠകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിൽ EMS നടത്തിയ ആ വലിയ ഇടപെടൽ, അതിന്റെ ഭാഗമായിട്ടാണ് 908 യോഗക്ഷേമ സഭ 919 യുവജന സംഘമായിട്ട്, നമ്പൂതിരി യുവജന സംഘം അത് വിപ്ലവകരമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. അതിന്റെ തുടർച്ചയിലാണ് 925 ആഭിജാത്യ ധ്വംസന സഭ, 925 ആഭിജാത്യ ധ്വംസന സഭ 2025 ആഭിജാത്യ ആഘോഷിക്കാനുള്ള പ്രവണതകൾ. ഭവത്രാതൻ, മുത്തിരിങ്ങോട്ട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടിന്റെ അപ്പന്റെ മകൾ എന്ന നോവലിന് ആമുഖമെഴുതാൻ അദ്ദേഹം കണ്ടെത്തിയത് അന്ന് നന്നേ ചെറുപ്പമായിരുന്ന EMSനെ ആയിരുന്നു. ആ നോവലിൽ ഒരു വാചകമുണ്ട്, ആഭിജാത്യം എന്നാൽ അധപ്പതനമാണ്. ശരീരത്തിൽ തൊട്ട്, മനസ്സിൽ തൊട്ട്, മസ്തിഷ്കത്തിൽ തൊട്ട് നമുക്ക് ഈ വാക്യം 2025 അതുപോലെ ആവർത്തിക്കാനാവുമോ? പല പ്രകാരേണ ആഭിജാത്യം നമ്മുടെ ജീവിതത്തെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 919 നമ്പൂതിരി യുവജന സംഘം സമുദായ പരിഷ്കരണം എന്ന അവസ്ഥയിൽ നിന്ന് ഒരു നവോത്ഥാന പ്രസ്ഥാനമായി 925 അത് ആഭിജാത്യ ധ്വംസന സഭയായി. 930കളിൽ അന്തർജന സമാജം, സ്ത്രീകളുടെ വമ്പിച്ച മുന്നേറ്റം. ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയിലാണ് തൊഴിൽ കേന്ദ്രം പോലുള്ള നാടകങ്ങൾ ഉണ്ടാവുന്നത്. ഇത്രയും ഞാൻ ചുരുക്കി പറയുന്നത്, അതിനൊക്കെ പ്രചോദനമായി തീർന്ന 44 പ്രസംഗം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും യാഥാസ്ഥിതികമായ ഒരു സമുദായ ചട്ടക്കൂട് പൊളിച്ച് തമ്പുരാനിസത്തിന്റെ നെഞ്ചകം തകർത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ വീർപ്പ് മുട്ടിക്കുന്ന തമ്പുരാൻ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിന്റെ മഹാഭാഗ്യം എന്നടയാളപ്പെടുത്തിയ സഖാവ് EMS. ആ EMSന്റെ സ്മരണയിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന
നമ്മുടെ കാലത്തെ നമ്മുടെ ഉള്ളകങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നാലാമത്തെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അന്വേഷണം. ഇത് ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ദേശീയതാ സങ്കല്പത്തിന് EMS നൽകിയ സംഭാവന. EMS നൽകിയ സംഭാവന എന്ന് പറയുമ്പോൾ EMS ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയതാ സങ്കല്പം എന്താണ്? ദേശീയതയുമായി പലരുമായും സംസാരിക്കുമ്പോഴും നടുക്കമുണ്ടാക്കുന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാർ ലോകവ്യാപകമായി മുന്നോട്ട് വെക്കുന്ന നാഷണൽ പോപ്പുലർ എന്ന് അന്തോണിയോ ഗ്രാംസി അടയാളപ്പെടുത്തിയ ജനകീയ ദേശീയതയെ നമുക്കിന്നും സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ത്യൻ നവഫാസിസ്റ്റുകളുടെ ഹെജുമോണിക് നാഷണാലിസത്തെ, മേൽക്കോയ്മ ദേശീയതയെ അറിഞ്ഞോ അറിയാതെയോ പല രീതിയിൽ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ചത് പ്രധാനമായിട്ടും നാഷണൽ പോപ്പുലർ എന്ന് പറയുന്ന ജനകീയ ദേശീയതയാണ്. എല്ലാ ഭാഷകൾക്കും തുല്യ പദവിയുള്ള, എല്ലാ പ്രദേശങ്ങൾക്കും തുല്യ പരിഗണനയുള്ള, ജാതിമത സങ്കുചിതത്വത്തിന്റെ സ്പർശമില്ലാത്ത സമസ്ത വൈവിധ്യങ്ങൾക്കും നൃത്തം ചവിട്ടാൻ മാത്രം വിസ്തൃതമായ ഒരു ദേശീയതാ സങ്കല്പമാണ് ജനകീയ ദേശീയത. എന്നാൽ ഇപ്പോൾ പോലും നമ്മുടെ നാട്ടിലെ പല മനുഷ്യരും പങ്കുവെക്കുന്ന ദേശീയ കാഴ്ചപ്പാട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ജനകീയ ദേശീയതയിലേക്ക് എത്തിയിട്ടില്ല. അതിപ്പോഴും മേൽക്കോയ്മ ദേശീയതയുടെ ഭാഗമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദത്തിൽ കാളനാകാമെങ്കിൽ കാളയുമാകാം എന്ന ഒരൊറ്റ വാക്യം പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകനായി ഞാൻ മാറി എന്നല്ല, ആ മാറ്റത്തിൽ നിന്ന് ഇപ്പോഴും പലരും പുറത്തു കടന്നിട്ടില്ല. ഞാനെന്നോ പുറത്തു കടന്നതുകൊണ്ട് ഇതെന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ഭക്ഷണവും ആർക്കും കഴിക്കാം എന്ന് പറയുന്നതിനെ പോലും പിന്തുണയ്ക്കാൻ കഴിയാത്ത, നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ച ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. എന്ന പശുവിനെ അന്നും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ദൈവത്തിനിടമില്ലെങ്കിലും പശുവിനൊരു തൊഴുത്തുണ്ട്. അതെങ്ങനെ വന്നുപെട്ടു, എവിടുന്ന് വന്നു? അവിടെയാണ് അത് ഹിന്ദുമതമല്ല, അത് ഇസ്ലാം മതമല്ല, അത് ജാതി മേൽക്കോയ്മയാണ് എന്ന മൗലികമായ വസ്തുത. അതുകൊണ്ട് ഇന്ത്യൻ നവഭാസത്തിന്റെ മേൽക്കോയ്മ ദേശീയതയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മയാണ്. അതിന് ഒരു മതവുമായിട്ടും ബന്ധവുമില്ല. ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഒരു തത്വസംഹിതയാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ഇതിഹാസ പുരാണങ്ങളെ, ഭഗവത്ഗീതയെ ഒക്കെ ദ്വിജ സാഹിത്യത്തിൽ, ബ്രാഹ്മണ സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയപ്പോഴും അതൊന്നും അദ്ദേഹം ചുട്ടുകരിച്ചില്ല. അതിന് ഭിന്ന വ്യാഖ്യാനങ്ങൾ സാധ്യമാണ്. എന്നാൽ ആ ദ്വിജ സാഹിത്യത്തിൽ ഒന്ന് അദ്ദേഹം ചുട്ടുകരിച്ചു, അത് മനുസ്മൃതിയാണ്. കാരണം അത് ഭഗവത്ഗീതയല്ല, അത് രാമായണമല്ല, അത് മഹാഭാരതമല്ല, അത് ശങ്കരാചാര്യ വേദാന്തമല്ല. അത് അധികാരത്തിന്റെ, ജാതി മേൽക്കോയ്മയുടെ ഭരണഘടനയാണ്. ജാതി മേൽക്കോയ്മയുടെ ഭരണഘടന തീയിട്ട് കരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ നവഫാസിസ്റ്റ് കാലത്ത് അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യക്കാർ, നമ്മൾ ഇന്ത്യക്കാർ, ജാതിമത സങ്കുചിതത്തിനപ്പുറം നമ്മൾ ഒന്ന് എന്ന് പറയുന്ന ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് പരമമായ നമ്മുടെ ദൗത്യമാണ്. ഭരണഘടനക്ക് നിരവധി പരിമിതികളുണ്ട്, അത് സ്വാഭാവികവുമാണ്. കാരണം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിന്റെ ഭാഗമായി ആവിഷ്കരിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന. അതിന്റെ പരിമിതികൾ അതിൽ കാണും. എന്നാൽ അതിന്റെ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് കാവൽ നിൽക്കാൻ ചരിത്രപരമായി നിയുക്തരാണ് ഇന്ത്യയിലെ ജനായത്തവാദികൾ. EMS നിരന്തരം അദ്ദേഹത്തിന്റെ ദേശീയ കാഴ്ചപ്പാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കാഴ്ചപ്പാട്, അതിന്റെ ഭാഗമായിട്ടാണ് ഭവാനി സെൻ നൂതൻ ബംഗ്ല എന്ന പുസ്തകം എഴുതുന്നത്.
അതിന്റെ ഭാഗമായിട്ടാണ് സുന്ദരയ്യ വിശാലാന്ധ്ര എന്ന പുസ്തകം എഴുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സഖാവീയം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന മഹോന്നതമായ പുസ്തകം എഴുതുന്നത്. കേരളം മലയാളികളുടെ മാതൃഭൂമി. അത് ഏകീകരണത്തിന്റെ, കൃത്രിമമായ ഏകീകരണത്തിന്റെ സകല യുക്തികളെയും ഇടിച്ചു നിരത്തുന്ന ഒരു വലിയ ആശയ സംഹിതയുടെ കരുത്താണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ആ പുസ്തകത്തിൽ തന്നെ കേരളത്തിൽ മലയാളം സംസാരിക്കാത്ത ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതിനെ കുറിച്ചുള്ള ആലോചന വികസിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഐക്യ കേരളം എന്നുള്ള, ഭാഷാ സംസ്ഥാനം എന്നുള്ള ജനകീയ ദേശീയതയുടെ മൗലികമായ സമീപനത്തെ എതിർത്തത് 4 സംഘടനകളാണ്. അതിൽ 2 മൂലധന സംഘടനയാണ്, 2 ഇന്ത്യയിലെ അങ്ങേയറ്റത്തെ വലതുപക്ഷ സംഘടനയാണ്. ആ വലതുപക്ഷ സംഘടന തന്നെയാണ് ഇന്ത്യയിലെ നവഫാസിസ്റ്റ് സംഘടന. അന്ന് അതിനെ, ഭാഷാ സംസ്ഥാനങ്ങളെ എതിർത്തത്, ഒന്ന് ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ, അതൊരു മൂലധന സംഘടനയാണ്. മറ്റൊന്ന് ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, അതും മൂലധന സംഘടനയാണ്. മൂലധന ശക്തികൾ ഭാഷാ സംസ്ഥാനങ്ങളെ എതിർക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അന്നത്തെ സ്വതന്ത്ര പാർട്ടി ജനസംഘം, 2 ഭാഷാ സംസ്ഥാനങ്ങളെ എതിർക്കുകയാണ് ഉണ്ടായത്. അതായത് ഫെഡറൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളാത്ത മൂലധന ശക്തികളും ഇന്ത്യയിലെ നവഫാസിസ്റ്റ് ശക്തികളും ഉരുകിച്ചേർന്നുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിനെതിരെയുള്ള ആശയം, അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്, അതിനെതിരെയുള്ള മൂർച്ചയുള്ള ആശയങ്ങളാണ് സഖാവ് EMS രൂപപ്പെടുത്തിയെടുത്തത്. സംവാദത്തിന്റെ ആകാശത്തിലെ ഇന്നും ജ്വലിക്കുന്ന സൂര്യനാണ് സഖാവ് EMS. ആശയങ്ങളുടെ ഒരു വലിയ സമുദ്രം അദ്ദേഹം സൃഷ്ടിച്ചു. പ്രത്യേകിച്ചും ഇന്നതിന് പ്രസക്തിയുണ്ട്. നമ്മൾ ആശയമുക്തമായ ഒരവസ്ഥയിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിപണിവൽക്കരണം എന്ന് പറയുന്നത്, കമ്പോളവൽക്കരണം എന്ന് പറയുന്നത് സത്യത്തിൽ ആശയമുക്തമായ ഒരു ലോകത്തിലേക്കുള്ള പിന്മാറ്റമാണ്. അത്തരമൊരു കാലത്ത് നമ്മുടെ ജീവിതം സംവാദ നിർഭരമാവേണ്ടതുണ്ട്. ആശയങ്ങളുടെ മഹാസമുദ്രത്തിൽ നമ്മൾ നീന്തി തുടിക്കേണ്ടതുണ്ട്. സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ബദൽ മാതൃകൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും ഗംഭീരമായ ശ്രമത്തിന് ഊർജം നൽകാൻ സഖാവ് EMSന്റെ സ്മരണകൾ നമുക്കൊപ്പം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഉച്ചരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം കടന്നുപോയ ഒരു ആശയ ലോകം, ആ ആശയ ലോകത്തിന് അത് രൂപപ്പെട്ട കാലത്തിന്റെ പരിമിതികൾ ഉണ്ടാകാം. ആ പരിമിതികൾ പരിഹരിക്കാൻ EMSനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ EMSനെയും വിമർശിക്കാൻ നമ്മുടെ കാലത്ത് ജനായത്ത ശക്തികൾക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ സ്വയം വിമർശനത്തിന്റെ അവധി കൊടുക്കാത്ത ഒരു ലോകത്തിലൂടെ മുന്നേറാനുള്ള ഊർജമായി, പ്രചോദനമായി EMSന്റെ ലോകം മാറട്ടെ എന്ന പ്രത്യാശയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.